നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു തരിക്കഞ്ഞിയുടേതാണ്. നോയമ്പ് കഴിഞ്ഞതിന് ശേഷം ശരീരത്തിലേക്ക് വളരെ പോഷകാംശമുള്ള ഒരു ഡ്രിങ്കാണ് തരിക്കഞ്ഞി. ഈ റെസിപ്പിയിൽ ഞാൻ തേങ്ങാപ്പാൽ മാത്രം വെച്ചാണ് തരിക്കഞ്ഞി ഉണ്ടാക്കിയിരിക്കുന്നത്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങാപ്പാലും പശുവിൻ പാലും കൂടെ ചേർത്ത് ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കിയത് എൻ്റെ ചാനലിലുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് നല്ല കൊഴുപ്പുള്ള പാലാണ്. കൊഴുപ്പുള്ള പാലെടുത്തിരിക്കുന്നത് കൊണ്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ലോ ഫാറ്റ് ആണെങ്കിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. 2 ടേബിൾ സ്പൂൺ റവ അല്ലെങ്കിൽ സെമോലിന ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രമാണ് ഇത് ചൂടാക്കുന്നത്. ഇവിടെ നല്ലതായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനിയും ഇത് തിളപ്പിക്കുക. ആദ്യമേ ഹീറ്റ് ഒരു മീഡിയം ഹീറ്റിലേക്ക് വെക്കുക. എപ്പോഴും ഓർക്കേണ്ടത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോകും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കുമിളകൾ വരാനായിട്ട് തുടങ്ങും. അതായത് നന്നായിട്ട് തിളച്ചു വരുന്ന പാകമാകുമ്പോഴത്തേക്ക് ഹീറ്റ് ഏറ്റവും ലോ ഹീറ്റിലേക്ക് ഇടുക. ഹീറ്റ് ഏറ്റവും ലോ ആക്കുക. ഇവിടെ ഇപ്പോൾ ഈ തരിക്കഞ്ഞി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യുക. അതിനുശേഷവും ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓഫ് ചെയ്തതിന് ശേഷവും വീണ്ടും ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കാനുള്ള സാധനങ്ങളാണ്. തരിക്കഞ്ഞിക്ക് എപ്പോഴും രുചി കൂട്ടാനായിട്ട് ചേർക്കുന്നത് ചുമന്ന ഉള്ളി നെയ്യിൽ വറുത്തതാണ്. പിന്നെ നട്ട്സ് ഏത് തരത്തിലുള്ള നട്ട്സാണ് ചേർക്കേണ്ടത് അത് ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് റീസൺസ് വേണമെങ്കിലും കൂടെ ചേർക്കാം. ഇവിടെ തരിക്കഞ്ഞി ഈ പാകത്തിൽ നമ്മൾ ഇളക്കുന്നത് നിർത്തുക. ഇനി ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുക. നെയ്യ് നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്കും തീ ഏറ്റവും കുറയ്ക്കുക, ഏറ്റവും ലോയിലേക്കാക്കുക. ഇതിലേക്ക് ചെറിയ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയാണ് ചേർക്കുന്നത്. അതാണ് തരിക്കഞ്ഞിയുടെ ഹൈലൈറ്റ്. ഇവിടെ ഞാൻ ഒരു 5 ചുമന്നുള്ളിയാണ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് ഒരു ബ്രൗൺ കളറ്, ഒരു 80% മൂക്കുന്ന പരുവത്തിൽ ആ സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അല്ലാതെ അടുത്ത ഓപ്ഷൻ ഇത് മൂപ്പിച്ചങ്ങ് മാറ്റാം. എന്നിട്ട് കാഷ്യൂ നട്ടും റൈസിൻസും രണ്ടാമത് വറുത്ത്, അപ്പം ഒട്ടും കരിയാതിരിക്കും. ഇനിയും 10 കാഷ്യൂ നട്ടും കൂടെ ചേർക്കുക. പിന്നെ ഒരു 15 റൈസിൻസും കൂടെ ചേർക്കുക. ഇത് എല്ലാം നല്ലതായിട്ടൊന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ തരിക്കഞ്ഞിയിലേക്ക് ചേർക്കുകയാണ്. ഇത് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നോയമ്പ് കാലം ആശംസിക്കുന്നു. പ്രത്യേകിച്ചും മുസ്ലിം സഹോദരങ്ങൾക്കും ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈനു തോമസ്. ഉടനെ തന്നെ ഒരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തുന്നതായിരിക്കും. താങ്ക് യു.